അതാ എല്ലാരും എണീറ്റി, അവരാൾക്കാർ മൊത്തം എണീറ്റി. കണ്ണൂരിൽ പോലീസ് സഹകരണ സംഘത്തിലേക്കുള്ള നിയമന പരീക്ഷയ്ക്കിടെ വൻ പ്രതിഷേധം. ചോദ്യപേപ്പറുകൾ കീറിയെറിഞ്ഞ് KSU പ്രതിഷേധിച്ചു. പരീക്ഷാ ഹാളിനകത്ത് ഉന്തും തള്ളുമായി. പിൻവാതിൽ നിയമന നീക്കം ആരോപിച്ചായിരുന്നു KSU നേതാവ് ഹരികൃഷ്ണൻ പാലാടിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത്. പ്യൂൺ, നൈറ്റ് വാച്ച്മാൻ തസ്തികകളിലേക്കായിരുന്നു പരീക്ഷ. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കിട്ടിയില്ല, കിട്ടിയാലേ തരാൻ പറ്റുള്ളൂ. അപ്പഴത്തെ ഫുള്ള് പിടിച്ചു. ഇന്നലെ രാത്രി ഇവന് ഹോൾ ടിക്കറ്റ് കിട്ടിയതാണ്. നമ്മളൊക്കെ ഓരോ സ്ഥലത്ത് എക്സാം നമ്മള് ബാക്കിയുള്ള പേര് പുറത്ത് ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടായത്. ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായാലാണ് നമ്മൾ ഇവിടേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതാ എല്ലാരും എണീറ്റി, അവരാൾക്കാർ മൊത്തം എണീറ്റി. സെക്രട്ടറിയോട് എന്തോ അങ്ങോട്ടേക്ക് റോങ് പറഞ്ഞു. ഒരു സെക്രട്ടറി പറഞ്ഞു ഇതാ കുറെ ആൾക്കാർ വരുന്ന അതില് അവനാണ് അപ്പൊ ഇന്ന് കാലത്ത് 10 മണി സമയത്ത് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരു 10 മണി വരെ വേറെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എക്സാം വിദ്യാർത്ഥികളെ താഴെ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചു. 10 മണി സമയത്ത് പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം പരീക്ഷ നടത്തുന്ന ഏജൻസിന്റെ ആളുകൾ നമ്മളെ എക്സാം ഹാളിലേക്ക് വന്നു. സ്വാഭാവികമായിട്ട് സെക്രട്ടറിക്കൊന്നും പിന്നെ എവിടെ റോളില്ല. ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷ നടത്തി നമുക്ക് തരുക. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ മേലെ നിൽക്കുന്ന സമയത്ത് ഒരു 2-3 ആൾക്കാർ അത് നമ്മൾ താഴെ നിന്ന് ഹോൾ ടിക്കറ്റ് കാണിച്ചിട്ടാണ് മേലെ ആളെ ഇങ്ങനെ വിട്ടുകൊണ്ടിരുന്നത്. അതിലുള്ള ഒരേ പേരിലുള്ള 1-2 അപേക്ഷ അങ്ങനെയാണ് താഴെയുള്ള എന്റെ സ്റ്റാഫ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. താഴെയുള്ള ഏതോ ഒരാള് തന്നെ ഹോൾ ടിക്കറ്റ് എടുത്തിട്ട് 2 ആളുകൾ മേലേക്ക് കാര്യം പോയി. അപ്പൊ അതിനുശേഷം ഇതേ പേരിൽ തന്നെ ഒരേ അപേക്ഷ ഹോൾ ടിക്കറ്റ് ആയിട്ട് ആള് കാര്യം വരുമ്പോ പുള്ളി അത് തടഞ്ഞു. ഇതാ നിങ്ങൾ എക്സാം ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ അവിടുന്ന് താഴെ നിന്ന് ബഹളം വെച്ച് ഇവര് എക്സാം ഹാളിലേക്ക് ഓടിക്കയറി നമ്മളെ ഹാളിലേക്ക് ഓടിക്കയറുന്ന നിലയാകുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് എക്സാം കൊടുത്ത് പരീക്ഷ കൊടുത്ത് ഹോൾ ടിക്കറ്റ് ആളുകളുടെ കയ്യിൽ വെച്ചു. അത് എക്സാമിനർ അതിന്റെ അറ്റൻഡൻസ് എടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത് അതിന്റെ പ്രൊസീജിയർ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് കുറച്ച് ആളുകൾ അതിലേക്ക് ഓടിക്കയറി ആളെയുള്ള പരീക്ഷ ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്ന് ഇത് വലിച്ചു കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായി. നമ്മൾ ഈ ഒരു പോലീസ് സൊസൈറ്റിയിലേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധമായിട്ട് കടന്നു വരാനുണ്ടായ സാഹചര്യം നിങ്ങൾക്കറിയാം. ഇങ്ങനെയുള്ള ഒരു പരീക്ഷ നടക്കുന്ന വിവരം ഒരു ദേശാഭിമാനി പത്രത്തിൽ ഒരു ചെറിയ സൈഡ് നമുക്കറിയാം. ദേശാഭിമാനി പത്രത്തിൽ കൊടുക്കുന്ന വാർത്ത CPM-കാർക്ക് വേണ്ടി മാത്രം. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു ഭരണമാറ്റം അംഗീകരിക്കാൻ പോലും ഇവിടുത്തെ ഒരു അധികാരികൾ തയ്യാറായിട്ടില്ല. ഇവിടെ സെക്രട്ടറി എന്ന് പറയുന്ന ആള് CPM-ന്റെ ഓഫീസ് എന്ന് പറയുന്ന ആ ഒരു വേല അതേപടി ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഇവിടെ അർഹരായിട്ടുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷ എഴുതാനുള്ള അവസരം നിഷേധിച്ചപ്പോഴാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നത്. പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ട് ഹോൾ ടിക്കറ്റ് ലഭിക്കാത്ത
ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിന്റെ പുറത്ത് നിൽക്കുന്നുണ്ട്. അവരെയും കൂടി പരിഗണിച്ചുകൊണ്ട് ഇതേ ഹാളിൽ വെച്ച് കൃത്യമായിട്ട് നീതിയുക്തമായിട്ട് പരീക്ഷ നടത്താൻ വേണ്ടി തയ്യാറാണ്. അല്ലാതെ സെക്രട്ടറി പാർട്ടി ഓഫീസിൽ നിന്ന് കിട്ടുന്ന തിട്ടൂരം വാങ്ങിയിട്ട് കുറച്ച് ഡിവൈഎഫ്ഐക്കാർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പരീക്ഷ നടത്താമെന്ന് വ്യാമോഹിക്കുന്നതാണെങ്കിൽ കൃത്യമായിട്ട് പറയുന്നു, ഇപ്പോഴത്തെ സഹകരണ വകുപ്പും അതുപോലെ തന്നെ ഇവിടെ ഒരു ഭരണമാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അതിന്റെ കൂടെ തന്നെ പറയുകയാണ്, ഇവിടുത്തെ ക്യാഷ് വോച്ചറുകൾ നിങ്ങൾ ഏത് വീട്ടിലേക്കാണ് അല്ലെങ്കിൽ ഏത് പാർട്ടി ഓഫീസിലേക്കാണ് നിങ്ങൾ മാറ്റിയിട്ടുള്ളെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ച് സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ഇവിടുത്തെ സെക്രട്ടറി അടക്കമുള്ള ഇവിടുത്തെ ജീവനക്കാർ അതിന് കൂട്ടുനിന്നിട്ടുള്ള ഓരോരുത്തരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.